ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ഒരാൾ ഒരു സന്യാസിയായ ഗുരുവിന്റെ സന്നിധിയിൽ വന്ന് സങ്കടമുണർത്തിച്ചു. എനിക്കൊരു സമാധാനവുമില്ല, സന്തോഷമായിട്ട് ജീവിക്കാൻ എന്താണൊരു വഴി? ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു കഴുതയെപ്പോലെ ജീവിച്ചാൽ മതി. അത് കേട്ട് അയാളൊന്ന് പതറി. ഗുരുവിനോട് ചോദിച്ചു, ഞാനൊരു മണ്ടനായി ജീവിക്കണമെന്നാണോ ഗുരു പറഞ്ഞത്? ഏയ്, അങ്ങനെയല്ല, ഗുരു പറഞ്ഞു. പിന്നെ എന്താണ് ഗുരു പറഞ്ഞതിന്റെ അർത്ഥം? അയാൾ ആകാംക്ഷയോട് ചോദിച്ചു. ഗുരു പറഞ്ഞു, മകനെ, നീ കഴുതയെ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്നും രാവിലെ അത് മുഷിഞ്ഞ വസ്ത്രങ്ങൾ ചുമലിലേറ്റിക്കൊണ്ട് പുഴക്കരയിലേക്ക് അലക്കുകാരന്റെ കൂടെ പോകും. വൈകുന്നേരം അലക്കി വൃത്തിയാക്കിയ വെണ്മയുള്ള വസ്ത്രങ്ങളുമായി തിരികെ വരും. എന്നാൽ രാവിലെ മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി പോകുമ്പോൾ അതിന് ഒരിക്കലും സങ്കടം തോന്നാറില്ല. അതുപോലെ വൈകുന്നേരം വെണ്മയുള്ള വസ്ത്രങ്ങളുമായി തിരികെ പോരുമ്പോൾ അത് ആഹ്ലാദത്താൽ തുള്ളിച്ചാടാറുമില്ല. അതുകൊണ്ട് കഴുതയെപ്പോലെ എല്ലാത്തിലും മിതത്വം പാലിച്ച് ജീവിച്ചാൽ സമാധാനം ലഭിക്കും. ജീവിതത്തിലെ പ്രയാസങ്ങളിൽ അമിതമായി സങ്കടപ്പെടുകയോ സന്തോഷത്തിൽ അധികമായി ആഹ്ലാദിക്കുകയോ ചെയ്യാതിരുന്നാൽ നമുക്ക് സമാധാനം കണ്ടെത്താം, ഗുരു പറഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കണ്ടെത്തേണ്ട ഏറ്റവും നല്ല ഗുണങ്ങളിലൊന്നാണ് ഈ മിതത്വം. വിഷമതകളിൽ അതിഭയങ്കരമായി സങ്കടപ്പെടുക, സൗഭാഗ്യങ്ങളിൽ അത്യധികമായി ആഹ്ലാദിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിലെ ഓരോ ശീലങ്ങളിലും മിതത്വം പാലിക്കാൻ പരിശീലിക്കേണ്ടിയിരിക്കുന്നു. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ൽ മിതത്വം പാലിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു. ഭക്ഷണത്തിൽ കാണിക്കേണ്ട മിതത്വത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് മന്ന ഇസ്രായേൽക്കാർക്കായി പകർന്നു കൊടുക്കുന്ന ദൈവത്തിന്റെ പ്രധാന കൽപ്പന ആവശ്യത്തിന് മാത്രം ശേഖരിക്കുക എന്നതായിരുന്നു. എല്ലാം ആവശ്യത്തിന് മാത്രം എന്നത് ശീലമാക്കുന്നവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്നു. എന്തിലാണ് ഞാൻ മിതത്വം പാലിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, സന്തോഷം, സങ്കടം, മറ്റുള്ളവരോടുള്ള അടുപ്പം, മൊബൈൽ ഫോണിന്റെ ഉപയോഗം, ധനസമ്പാദനം, സംഭാഷണം എന്നിങ്ങനെ നീണ്ടുപോകുന്നു ആ ലിസ്റ്റ്. പഴമക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, അധികമായാൽ അമൃതും വിഷം. ഒന്നും അമിതമാകാതെ എല്ലാം ആവശ്യത്തിന് മാത്രമാക്കാൻ ഏവർക്കും സാധിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.